ചേട്ടൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രകൃതി ജീവനം അതുപോലുള്ള കാര്യങ്ങൾ ആത്മീയമാണ്, ആത്മീയതയിൽ ഊന്നി നിൽക്കുന്നതാണ്. ഒരു അസാധാരണ ഭാഗ്യം ജന്മത്തിലില്ല എങ്കിൽ ഇതുപോലുള്ളൊരു സ്ഥലത്തേക്ക് കാല് കുത്താൻ സാധിക്കില്ല, പ്രകൃതി ജീവനത്തിലേക്കും എത്തിപ്പെടാൻ സാധിക്കില്ല. സാധാരണമായ ജന്മ സൗഭാഗ്യം വേണം. കാരണം അത് 100% ആത്മീയതയിലേക്ക് ഉള്ളൊരു ഒഴുക്കാണ്. പ്രകടമായിട്ടത് രോഗങ്ങളില്ലാതെ ജീവിക്കണം. സാധാരണക്കാരെ ആദ്യം ആകർഷിക്കുന്നത് രോഗങ്ങളെ മാറ്റിയെടുക്കാമെന്നുള്ളിടത്താണ്. രോഗങ്ങളേ ഇല്ലാതെ ജീവിക്കാം എന്നുള്ളിടത്താണ്. നമ്മൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടാണോ? പുറത്തുനിന്ന് നോക്കുന്നവരുടെ ദൃഷ്ടിയിൽ നമ്മളൊക്കെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് രുചിയുള്ളത് ഒന്നും തിന്നാതെ എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ടെന്ന് നമ്മളോട് ചോദിക്കുന്ന ആളുകളുണ്ട്. ചിരിക്കുകയല്ലാതെ എന്താ ചെയ്യുക? പിന്നെ എനിക്ക് ഭയങ്കര തിരക്കുള്ള ആളാണ്, പ്രകൃതി ചിട്ട അനുസരിച്ചൊന്നും ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഭയങ്കര ബിസിയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുടെ, അത് പറയുന്നത് എഞ്ചിനീയർമാരും വക്കീലന്മാരും പ്രൊഫസർമാരും ഡോക്ടർമാരും ഒക്കെയാണ് പറയുന്നത്. പ്രകൃതി അതുപോലെ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? രോഗമില്ലാത്ത ഒരാനന്ദ ജീവിതത്തിന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യ നീ ചെയ്യാതിരുന്നാൽ മാത്രം മതി. നീ കഷ്ടപ്പെട്ട് ദുരിതം സഹിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം മതി എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. മറ്റൊന്ന്, ഈ പ്രകൃതി ജീവിതത്തിൻ്റെ സൗന്ദര്യം ഏറ്റവും സുന്ദരമായ ജീവിതം എന്താണ്? ഈ ജന്മം നമുക്ക് മനുഷ്യരൂപത്തിൽ കിട്ടി. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അറിഞ്ഞാസ്വദിച്ച് കടത്തിവിടാൻ പലരും ഇന്നലകളിലാണ് ജീവിക്കുന്നത്, മറ്റു ചിലർ നാളകളിലാണ് ജീവിക്കുന്നത്. രണ്ടും യഥാർത്ഥമല്ലാത്തതാണ്. ഈ നിമിഷത്തെ അറിഞ്ഞാസ്വദിച്ച് അനുഭൂതിദായകമായി കടത്തിവിടാൻ, ഒരു നിമിഷത്തെ കറ പോലും പുരളാത്ത ആനന്ദം അനുഭവിക്കാൻ, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രകൃതി ജീവനം പാലിക്കേണ്ടത്. ഒരു തലവേദന പോലും നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് വരാറുമില്ല. ഞാനിത് പറയുന്നത് 45 കൊല്ലമായി രോഗങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു ആനന്ദം കൂടെ പങ്കുവെച്ചുകൊണ്ടാണ്. നിങ്ങളിൽ പലരും അങ്ങനെയുള്ളവർ തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പം നമ്മുടെ ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കുക, ഓരോ നിമിഷത്തെയും അറിഞ്ഞാസ്വദിച്ച് അവിസ്മരണീയമാക്കി കടത്തിവിടാൻ സാധിക്കുക. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഏറ്റവും ശരിയായത്. ഞാനിത് പറയുമ്പോൾ അതിനുവേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച മഹാനായ ഒരു മനുഷ്യനെ കൂടെ ഓർക്കുകയാണ്, മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനവും തൻ്റെ ചിന്ത, വാക്ക്, പ്രവൃത്തി, അതിലൂടെയുള്ള സൗമ്യമായൊരു യാത്ര, ശരികളിലേക്കുള്ളൊരു യാത്ര, ആനന്ദത്തിലൂടെയുള്ളൊരു യാത്ര. പറയുമ്പോൾ നമ്മൾ പറയും ബ്രിട്ടീഷുകാരായിട്ട് സംഘടനമായിരുന്നു, സമരമായിരുന്നു. പക്ഷെ ആ സമരങ്ങൾ പോലും ഒരു തപസ്സായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ ഒരു സൗന്ദര്യം. അദ്ദേഹം അതിൽപ്പെട്ട് വീർപ്പുമുട്ടുകയോ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ വേവലാതി പിടിക്കുകയോ ദീർഘകാലം ജയിലിൽ കിടന്നതിൽ പരിതപിക്കുകയോ ഒന്നും ചെയ്ത ഒരാളല്ല. അവിടെയും അദ്ദേഹം ധ്യാനനിമഗ്നനായിരുന്നു, അതിലും അദ്ദേഹം പൂർണ്ണ ആനന്ദവാനായിരുന്നു. അപ്പം നമ്മുടെ ജീവിതം ഒരു നിമിഷം പോലും ഒരു ഡോക്ടറുടെ ആശുപത്രി കയറി കുത്തിയിരുന്ന് എന്തിനാണ്? ഇത് പണിതെടുത്തവൻ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. ഇതിനെ കണ്ണിൽ കാണാൻ വയ്യാത്ത ഒരു കോശത്തിൽ നിന്ന് കണ്ണിൽ കാണാൻ വയ്യാത്ത ഒരു കോശവുമായി ചേർന്ന് 2, 4, 8, 16, 32, 64, 128 ഇങ്ങനെ പിളർന്ന് വളർന്ന് ഒരു സൈഗോട്ട്
വാൽമാക്രി, തവളപ്പരുവം, കോഴിപ്പരുവം, മനുഷ്യ ശിശുവാക്കി പല അവതാരങ്ങൾ കഴിഞ്ഞ് ഇതിനെ ഞാനാക്കി ഇത്രയും വളർത്തി നിർത്താനറിയാവുന്ന, കണ്ണിൽ കാണാൻ വയ്യാത്ത ഒരു കോശത്തിൽ നിന്ന് കണ്ണും മൂക്കും ഹൃദയവും കരളും വൃക്കകളും അസ്ഥിയും പല്ലും നാക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ഉള്ളിലിരിക്കുന്ന പ്രാണനെ തിരിച്ചറിയാതെ, അതിൻ്റെ മഹത്വത്തെ അറിയാതെ വഴിവക്കിലിരിക്കുന്ന മെക്കാനിക്കുകളുടെ കയ്യിലേക്ക് ഇതിനെ നന്നാക്കാൻ വേണ്ടി കൊടുക്കുന്ന മനുഷ്യനെ പോലൊരു വിഡ്ഢി. റോഡോടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാം. അതിന് മാത്രം കഴിയാത്ത ഒരവസ്ഥയിൽ അതിനെ ഒന്ന് സഹായിച്ചു കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നാം ഓരോരുത്തരും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശരീരം എൻ്റേതല്ല. ഒരു സാധനം ആരാണോ നിർമ്മിച്ചത് അത് അയാളുടേതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാടകയ്ക്കെടുക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടുകിടപ്പ് അനുസരിച്ച് വില കൊടുത്ത് വാങ്ങിക്കാം. ഇതാരാണോ ഉണ്ടാക്കിയത് അയാളുടേതാണിത്. ഇത് ഞാൻ ഉണ്ടാക്കിയതാ? നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയെടുത്തതാണോ? നിങ്ങളാണോ ഇത് ഉണ്ടാവണമെന്ന് തീരുമാനിച്ചത്? ഇതുണ്ടാകണമെന്നുള്ള തീരുമാനം പോലും നിങ്ങളിൽ നിന്ന് വന്നതല്ല. ഇതുണ്ടാക്കിയത് നിങ്ങളല്ല. ഇതിനെ കൊണ്ടു നടക്കുന്നത് ആരാണ്? ഇതിനുള്ളിലിരിക്കുന്ന പ്രാണൻ പുറത്തു പോയാൽ തീർന്നില്ലേ? ഞാൻ എവിടെയുണ്ട് പിന്നെ? എനിക്കെന്ത് ചെയ്യാനാകും? വാസ്തവത്തിൽ ഈ പ്രാണന്റെ അടിമയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, ഈ പ്രാണൻ ഇതിനുള്ളിൽ സുഖമായിരിക്കാനും കാലങ്ങളിലേക്ക് സഞ്ചരിക്കാനും ഞാൻ ശ്വസിച്ചു കൊടുക്കണം, ഞാൻ വെള്ളം കൊടുക്കണം, ഞാൻ ഭക്ഷണം കൊടുക്കണം. പക്ഷെ എൻ്റെ വിചാരം, ഞാൻ ഭക്ഷണം കഴിക്കണം എനിക്ക് കൊതിയായിട്ടാണ്, എനിക്കിഷ്ടമാണ്, രുചിയാണ്, അതുകൊണ്ടല്ലേ ഞാൻ തിന്നുന്നത്. അല്ല, നേരത്തും കാലത്തും ഉള്ളിലേക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഉള്ളിലിരിക്കുന്നവൻ നിന്നെ ശിക്ഷിക്കും, പീഡിപ്പിക്കും, ദ്രോഹിക്കും. പേടിച്ചിട്ടാണ്. വായു നേരെ നല്ല വായു ശ്വസിച്ചു കൊടുത്തില്ല എങ്കിൽ എന്തൊരു പരാക്രമമാണ്, മരണമാണ്. വെള്ളം കുടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതൊക്കെ കൊണ്ട് നിന്നെ, പക്ഷെ നിനക്കൊരു ബോണസ് തന്ന് ഇതൊക്കെ എൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് എന്ന നിലയ്ക്ക് കൊണ്ടുപോകുകയാണ്. അതേപോലെ തന്നെയാണ് ശാരീരിക ബന്ധത്തിലും. അതിന് എൻ്റെ വിചാരം എൻ്റെ ഒരു സുഖമാണ്, എൻ്റെ ഇഷ്ടമാണ്. പക്ഷെ തലമുറകൾ കൈമാറണം എങ്കിൽ നീ ശാരീരികമായി ബന്ധപ്പെടണം. അതിലൊരു ആനന്ദം കൂടിയുള്ളത് കൊണ്ട്. അല്ല എങ്കിൽ 10 മാസം ചുമന്ന് നടന്ന് ഈ കുഞ്ഞിനെ ഒരു 5-6 കൊല്ലം അതിൻ്റെ മലമൂത്രമൊക്കെ കോരി, ഈ പ്രയാസത്തിന് പലരും തയ്യാറായെന്ന് വരില്ല. ഇപ്പോൾ തന്നെ കൃത്രിമമായ മാർഗങ്ങളിലൂടെ കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിക്കുന്ന ദമ്പതികളുടെ എണ്ണം കൂടിക്കൊണ്ടുവരുന്ന ഒരു സമയത്താണ് നിന്നെ പ്രലോഭിപ്പിച്ചു കൊണ്ട് നടക്കുന്ന ഈ തൃഷ്ണകളിൽ നിന്ന് മുക്തമാകുക എന്നുള്ളൊരു ഭാഗത്തേക്ക് സാധാരണക്കാരെ കൂടെ ആഹാരത്തിലെ കൊതികളിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം, എന്തെല്ലാം വെള്ളമാണെന്ന് ആളുകൾ കുടിക്കുന്നത്, വെള്ളമാണ് എന്ന് കരുതി ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കഴുകിക്കളയാൻ കൂടുതൽ വെള്ളം ആവശ്യമുള്ള ചായ, കാപ്പി സാധനങ്ങളെയാണ്. ചാരായം വരെ ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ഉള്ളിലിരിക്കുന്ന പ്രാണന് അനുകൂലമായി, പ്രാണനുമായി സൗമ്യതയോടെ, സ്നേഹത്തോടെ, ഒരുമയോടെ മുന്നോട്ട് നീങ്ങുന്നതിന് പകരം ഉള്ളിലിരിക്കുന്ന പ്രാണനെ പീഡിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് കരുതുന്ന മനുഷ്യന്റെ കാര്യം. ശാസ്ത്രീയമായി പറഞ്ഞാൽ, നിങ്ങൾ കാപ്പി കുടിക്കുകയാണെങ്കിൽ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് അയൺ, ഇരുമ്പിന്റെ അംശം സ്വാംശീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ കാപ്പിയും ചായയും കുടിക്കുകയാണെങ്കിൽ ബ്രെയിനിന് സ്റ്റിമുലേഷനാണ്, ആവശ്യമില്ലാത്ത സ്റ്റിമുലേഷനാണ്. ക്ഷീണിച്ച് തളർന്ന് വിശ്രമിക്കാൻ ഒരുങ്ങുന്ന കരളിനെയും ആന്തരാവയവങ്ങളെയും വിശ്രമിക്കാൻ സമ്മതിക്കാതെ ചാടി എണീറ്റ് പ്രവർത്തിക്കാൻ ഉത്തേജിപ്പിക്കുന്നതാണ്. ക്ഷീണം ബാധിച്ച അവയവങ്ങൾക്ക് വിശ്രമം കിട്ടാതെ വരുമ്പോൾ കൂടുതൽ ഗതികേടാണ് ഉണ്ടാകുന്നത്. നീ കൂടുതൽ ദുർബലനാകുകയാണ്. ഈ ഭാഗങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ഉള്ളിലിരിക്കുന്ന പ്രാണന് ചാരായ അഭിഷേകവും, ചായ അഭിഷേകവും, കാപ്പി അഭിഷേകവും, പിന്നെ കൊക്കോക്കോളയും പെപ്സിക്കൊള്ളയും ഒക്കെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്നത്
ഈ ആത്മജ്ഞാനത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രാണനോട് ആദരവില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പ്രകൃതി ജീവനത്തിൽ നമ്മൾ ചില സാധനങ്ങൾ കഴിക്കണ്ട എന്ന് വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നത്, ശരീരത്തെയും മനസ്സിനെയും ആത്മതേജസ്സിനെയും പ്രാണനെയും നശിപ്പിക്കുന്നത് മാത്രം കഴിക്കരുതെന്ന് നമ്മൾ പറയുന്നുള്ളൂ. നന്നാക്കുന്നതെല്ലാം നീ കഴിക്കൂ. നിന്റെ ശരീരത്തെ, നിന്റെ രക്തമജ്ജ മാംസാദികളെ നന്നാക്കി തരുന്നതെല്ലാം നിനക്ക് കഴിക്കാം. പക്ഷെ അവിടെ പോലും ഒന്ന് കഴിച്ചാൽ അത് ദഹിച്ചു തീരുന്നത് വരെ നിനക്ക് മറ്റൊന്ന് കഴിക്കാനുള്ള അവകാശമില്ലാത്തതാണ്. അത് രക്തത്തിലേക്ക് കടന്ന് കരളിൽ ചെന്ന് കരളത് പരിശോധിച്ച് കുഴപ്പമില്ലാത്തതാണ്, എല്ലാ ഭാഗത്തേക്കും സപ്ലൈ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നിന്റെ കോശങ്ങളിലേക്ക് എത്തണം. നിന്റെ കോശങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇലക്ട്രിസിറ്റി കോശങ്ങളിലെ മൈറ്റോകോൺട്രിയ പവർ ഹൗസാണ്. ഈ ഇലക്ട്രിസിറ്റിയെയാണ് യോഗയിൽ നമ്മൾ ഉണർത്തി കാണുന്ന ഏറ്റവും നല്ല പരമാവധി സാധ്യമാകുന്ന വോൾട്ടേജിലേക്ക് എത്തിക്കുന്നത്. ഒരു കോശത്തിൻ്റെ വോൾട്ടേജ് -70 മില്ലി വോൾട്ടേജാണ്. മനുഷ്യ ശരീരം ബയോളജിക്കലാണ്. ആ ബയോളജിക്കലായ ശരീരം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിന്റെ ഹൃദയം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ്, ഇലക്ട്രിസിറ്റി വരുമ്പോഴാണ് പമ്പിങ് നടക്കുന്നത്. അത് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ്, ഒരു 40-30 വരുമ്പോഴാണ് പേസ് മേക്കർ വെച്ച് കൊടുത്തിട്ട്, ബാറ്ററി വെച്ചിട്ടൊരു പേസ് മേക്കർ വെച്ച് കൊടുത്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ഹാർട്ടിൻ്റെ പമ്പിങ് കൂട്ടുന്ന ശാസ്ത്രം വന്നിട്ടുള്ളത്. ECG അല്ലേ എടുക്കുന്നത്? എന്താ ECG? ഫുൾ ഫോം എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രിസിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. ബ്രെയിൻ എന്താണ് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ ഇലക്ട്രിക് വേവ്സ്. EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ശാസ്ത്രത്തിന് ഇത് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഇതാണ് നേരെയാക്കേണ്ടതിൽ, രോഗാവസ്ഥയിൽ ഈ ഇലക്ട്രിസിറ്റിയാണ് നേരെയാക്കേണ്ടതെങ്കിൽ ആശുപത്രിയിലും മരുന്നിനും കാര്യമായിട്ടൊന്നും ഇതിൽ ചെയ്യാനില്ല.